അമിതമായൊന്നും പറയണമെന്നില്ല. അല്ലെങ്കിലും മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോ ഒരുപാട് വലിയ ശബ്ദത്തിൽ ദുആ ചെയ്യണമെന്നില്ല. മുറിയാത്ത അക്ഷരങ്ങളുടെ വാചക കസർത്ത് കൊണ്ട് ദുആ ചെയ്യണമെന്നില്ല. ഒരീബായ വാക്കുകൾ കൊണ്ടുവന്ന് ദുആ ചെയ്യണമെന്നില്ല. വടിവത്ത വാക്കുകളിൽ പറയണമെന്നില്ല. ചാരത്ത് ചേർന്ന് യാ വലിയല്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന കാര്യവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്, പരിഹാരം തരണമെന്ന്. എങ്ങനെയാണോ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചാരത്ത് ചെന്നതെന്നാൽ പറയുക, അതുപോലെ പറയാനാവണം. ഹൃദയം തുറന്നു വെച്ച് പറയാനാവണം. അങ്ങനെ നമ്മൾ പറയുന്ന സാഹചര്യം ഉണ്ടായാൽ ഉറപ്പാണ് അതിനൊക്കെ പരിഹാരമുണ്ടാകും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പച്ച ശിർക്ക് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പൗരോഹിത്യ വർഗമാണിത്. ഈ മനുഷ്യന്മാരെ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് അല്ലാഹ് പറഞ്ഞത് ഇവർ പറയില്ല. അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ എവിടെയും പറയുന്നുണ്ടോ? ആരാധന എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇബാദത്തായിട്ട് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകള് ഇതൊന്നും ഇബാദത്ത് അല്ല എന്നല്ല ഇവിടെ പറയുന്നത്. നിസ്കാരം ഇബാദത്താണ്. അള്ളാഹ് ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇബാദത്ത്. അപ്പൊ അള്ളാഹ് പറഞ്ഞിട്ടാണ് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അള്ളാഹ് പറഞ്ഞിരിക്കണു ഇന്നോട് വിളിച്ചു പ്രാർത്ഥിക്ക്. ഇതിനിടയ്ക്ക് നമ്മള് ഒരു വീഡിയോയിൽ പറഞ്ഞാണ് വിളിച്ചു പ്രാർത്ഥന, വിളിച്ചു തേട്ടം ഇത് നിദാണ്. ദുആ എന്നുള്ളത് പ്രാർത്ഥന, ആരാധന, അത് തന്നെയാണ്, അതിലൊരു സംശയമില്ല. അപ്പോ ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്ക്, ഞാൻ ഉത്തരം ചെയ്യാം എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കണു. അള്ളാഹ് പറഞ്ഞാൽ അത് ചെയ്യലാണ് ഇബാദത്ത്. അള്ളാഹ് എന്ത് പറഞ്ഞു? നമസ്കാരം നിങ്ങൾ മറന്നു പോവുക പോലും ചെയ്യരുത്, നിങ്ങൾ സക്കാത്ത് നൽകണം. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ചെയ്യുമ്പോൾ ഇബാദത്തായി മാറുന്നത്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അള്ളാഹ് പറഞ്ഞേക്കണു ദുആ ചെയ്യുന്നവർ അള്ളാഹിനോട് ദുആ ചെയ്യാ, അള്ളാഹ് ഉത്തരം ചെയ്യാന്ന്. ഇവരിപ്പോ ഇവിടെ പറഞ്ഞത് നിങ്ങള് ഈ കേട്ടത് എന്താണെന്ന് അറിയാമോ സഹോദരന്മാരെ? ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജാറത്തിൽ പോയിട്ട് അള്ളാഹ് ഇല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. എന്നിട്ട് പഠിപ്പിച്ചിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ എന്താവശ്യവും പറഞ്ഞോ, ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പറയുന്നത് പോലെ നിങ്ങൾ ആ മരിച്ച മയ്യത്തിനോട് പറഞ്ഞോ, നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണം നടക്കുന്ന പറഞ്ഞത്. അപ്പൊ അള്ളാഹ് പറഞ്ഞതിന് വിരുദ്ധായില്ലേ ഇത്? അള്ളാഹ് പറയാണ് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അള്ളാഹ് പറഞ്ഞിരിക്കുന്നു ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, അല്ലേ, ഉത്തരം ചെയ്യാമെന്നാണ്. ഇവിടെ മയ്യത്ത് ഉത്തരം ചെയ്യുന്നതാണ് ഇവർ ഈ പറയുന്നത്. ഏത് ആയത്താണ് ഇതിനെ അടിസ്ഥാനാക്കിയിരിക്കുന്നത്? നിങ്ങള് പല ആയത്തുകളും നിങ്ങൾ ഇന്നമാ വലിയക്കുമുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് വരലുണ്ടല്ലോ, ആരെ വലിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ ഏത് ആയത്ത്, ഏത് ഹദീസാണ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാന്, ദുആ ചെയ്യാന്, മരിച്ചവരോട്? ഇത് ദുആയാണ്. അബൗദികമായ നിലക്ക് ബർസഖിൽ കിടക്കുന്ന ആള് അബൗദികമായ നിലക്ക് അത് കേൾക്കുകയും അബൗദികമായ നിലക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയും പറയുന്ന ഈ പിഴച്ച വിശ്വാസം, ഈ പിഴച്ച സിദ്ധാന്തമുണ്ടല്ലോ, പച്ച ശിർക്കുണ്ടല്ലോ, ഇത് പഠിപ്പിക്കുവാന് നിങ്ങൾ വെള്ളി ഇട്ടിട്ട് തലയിക്കെട്ടും കെട്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ? ഇത് നമ്മൾ പറഞ്ഞാലാണ് നമ്മളെ പല തരത്തിലുള്ള ആക്ഷേപ വാക്കുകളോടെ പല ആളുകളും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഇവിടെ ഭയപ്പെടുന്നില്ല, മുഖവിലക്കെടുക്കുന്നില്ല. അള്ളാഹുവിന്റെ കലാമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ആരാധന എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് മാത്രമല്ല, ദുആ ആരാധനയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. ഇതുവരെ പറയില്ല. എന്തുകൊണ്ടാണ്? ദുആ ആരാധനയാണെന്നുള്ളത് ഈ ജനം മനസ്സിലാക്കും. അപ്പോ ഈ ജാറത്ത് പോയിട്ട് വിളിച്ചു തേടാൻ പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പോ ജാറത്തിൽ വിളിച്ചു തേടേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ഷർത്തും ഫർളും പഠിപ്പിച്ചു കൊടുക്കുന്ന മുസ്ലിയാരെ നിങ്ങൾ ഒരു ആയത്തോതിക്കൊണ്ട്, അള്ളാഹുവിന്റെ കലാം ഓതിക്കൊണ്ട് അതൊന്ന് ആളുകൾക്ക് ഉത്ബോധനം ചെയ്യുക, അല്ലെ? ഇഖ്റാഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂല, നിങ്ങൾ പിഴച്ച വിശ്വാസമാണെന്നാ പറയാ. അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുക എന്ന് പറഞ്ഞാല് പിഴച്ച വിശ്വാസക്കാരാണ്, ബിദഅയാണ്, മുബ്തദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സലാം പറഞ്ഞാൽ സലാം അടക്കുക പോലും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ടല്ലോ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞു വന്ന
ദീനുൽ ഇസ്ലാമിലെ പൂർവ്വസൂരികളായ പണ്ഡിത കേസരികളെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നാണ്. ആരാധന എന്നതുകൊണ്ട്, ഇബാദത്ത് എന്നതുകൊണ്ട്, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. എന്നിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് ഹൈലുകുളി, നിഫാസ് കുളി, അതുപോലെ തന്നെ മയ്യത്ത് സംസ്കരണം, അല്ലെങ്കിൽ മരിച്ചാലുള്ള മറ്റു ഇടപാടുകള്, മറ്റു ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അനുഷ്ഠാനങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ട് ബിദ്അത്തുകൾ മാത്രം ഈ മനുഷ്യരിലേക്ക് നിങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ കൊണ്ടെത്തിക്കുന്നത് വഴികേടിലേക്കാണ്, വലാലത്തിലേക്കാണ്. ഇതിന് നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, സ്വർഗം ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ എത്രയോ പേർ വർഷങ്ങളായി ഒരു വഖ്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയില്ല, സകാത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയില്ല, നന്മകൾ സാധിക്കുന്നതെല്ലാം ചെയ്യും. പക്ഷേ സഹോദരങ്ങളെ, ഈ വിശ്വാസം അള്ളാഹു അല്ലാത്തവരോട് തേടാമെന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഈ നിസ്കാരം നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വാക്കാണത്. നബിയെ, അങ്ങേക്കും മുമ്പുള്ള നബിമാർക്കും എല്ലാം വഹയി നൽകിയ കാര്യമാണ്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ, അള്ളാഹു പങ്കുചേർത്താൽ, നിങ്ങളുടെ അമലുകളെല്ലാം, പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകും, ഉപകാരമില്ലാത്തതാകും. പരലോകത്തെത്തിയാൽ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. എത്ര സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ സർവ്വ സക്കാത്തും ബാത്തിലാണ്, നിന്റെ സർവ്വ നിസ്കാരം ബാത്തിലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെ പുരോഹിതന്മാർ പറയുന്നതെന്ത്, അള്ളാഹു പറയുന്നതെന്ത് ഒന്ന് പരിശോധിച്ചുകൂടെ? ഒന്ന് ആലോചിച്ചുകൂടെ? ഖുർആൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിക്കൂടെ?